നമുക്ക് നോക്കാം. സിമ്പിള് വേറെ ഏതോ ഒരു ക്ലോക്കിൻ്റെ ഒരു സിമ്പിളാണ്. സോ അപ്പോൾ ഇവിടെയും പ്രൈസ് ഇല്ല. അപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്, ഗംഭീര നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഈ ലോട്ടറിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2 പൗണ്ടാണ്. 2 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 രൂപയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ 200 രൂപ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു സംഭവം നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വേറൊരു രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ച് വിന്നിങ് നമ്പർ, ഇതാണ് ഒരു വിന്നിങ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വിന്നിങ് നമ്പർ നമ്മുടെ ഈ നമ്പറുമായിട്ട് മാച്ച് ചെയ്താൽ നമുക്ക് പ്രൈസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വിന്നിങ് നമ്പർ എത്രയാണെന്ന് നോക്കാം. നമ്മുടെ വിന്നിങ് നമ്പർ 20 ആണ്. ഇനി ഈ 20 ഇവിടെ എവിടെയെങ്കിലും വന്നാൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അല്ല സോറി, ഇത് 20 അല്ല 29 ആണെന്ന് തോന്നുന്നു. അതോ 20 ആണ്? ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കോട്ടെ. ഇത് 29 ആണ് കേട്ടോ. 20 അല്ല 29, അതായത് 29 ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മാച്ച് വിന്നിങ് നമ്പർ, അതായത് ഇത് നമ്മുടെ വിന്നിങ് നമ്പറാണ്. ഈ നമ്പർ യുവർ നമ്പർ ടു പ്രൈസ്, അതായത് ഇവിടെ എവിടെയെങ്കിലും മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ആണെന്ന് തോന്നുന്നു. എനിവേ ഞാൻ നോക്കാം. നമുക്ക് ആദ്യത്തെ പ്രൈസ് നോക്കാം. ഇത് മാച്ച് ആയി വരുന്നതാണെങ്കിൽ നമുക്ക് ആ പ്രൈസ് കിട്ടുമെന്നുള്ളതാണ്. 29 ഇവിടെ, എൻ്റെ അമ്മേ, ഇവിടെ 500 പൗണ്ടാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടുത്തെ നമ്പർ കാണിച്ചിരിക്കുന്നത് 11 ഇവിടുത്തെ നമ്പർ 11 ഇവിടെ ഈ 11ൻ്റെ സ്ഥാനത്ത് നമുക്ക് വിന്നിങ് നമ്പർ ആയിട്ടുള്ള ഈ 29 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ 500 രൂപ കിട്ടും. 500 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50,000 രൂപയോളം നമുക്ക് കിട്ടിയാനേ. അതില്ല, അടുത്തടുത്ത് വരുന്നുണ്ട്. അതും പോയി. അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് നമ്പർ 27 വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ 27 പകരം നമ്മുടെ 29 ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് 10 പൗണ്ട് കിട്ടിയേനെ. 10 പൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം 1000 രൂപ. അപ്പോൾ അതും പോയി. ഇനി ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മുടെ 2 പൗണ്ട്, അതായത് 200 രൂപ നഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഞാൻ സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ പൈസ പോയി. ഓക്കെ, അപ്പോൾ അതായത് ഞാനിതൊന്ന് കളഞ്ഞോട്ടെ. അപ്പടിപ്പൊടി ലാസ്റ്റ് ഇവിടെ കാണിച്ചിരുന്ന നമ്പർ 22. ഈ 22 പകരം നമ്മുടെ 29 ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ 100 പൗണ്ട് നമുക്ക് കിട്ടുന്നത്. 100 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിലെ ഒന്നും കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രൈസ് ഒക്കെ നല്ല പ്രൈസാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല. 10,000 രൂപ, 50 ലക്ഷം രൂപ, ഇന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള നല്ല പ്രൈസും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക്